ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പം എല്ലാ സിനിമകളും നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം എമ്പുരാൻ വന്നു, ബസൂക്ക വന്നു, നമ്മുടെ ഗുഡ് ബാഡ് അഗ്ലി വന്നു, അതുപോലെ തന്നെ നസ്ലൻ്റെ നമ്മൾ കാത്തിരുന്ന ആലപ്പുഴ ജിംകാല വന്നു, നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ മരണമാസം വന്നു. ഇതെല്ലാം ഇപ്പം വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് വിഷുവിനിറങ്ങിയ സിനിമകളെല്ലാം ആവറേജ് മാത്രമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എല്ലാ സിനിമകളും അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത്, മലയാളത്തിൽ നിന്നിറങ്ങിയതിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് ബസൂക്കയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ പോലും ആ സിനിമയുടെ അവസാനത്തെ അരമണിക്കൂർ അതിന് വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കാണുന്നുണ്ട്. അത് ഇപ്പം ഫാമിലി റിവ്യൂസൊക്കെ വരുന്നതിൽ കുറച്ച് പോസിറ്റീവ്സൊക്കെ വരുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ഏറ്റവും താഴെ നിൽക്കുന്നത് ബസൂക്ക തന്നെയാണ്. അതിനുശേഷം ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. കാരണം ഇനി നമ്മളെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 25 നമ്മുടെ തുടരും മോഹൻലാലിൻ്റെ ഏറ്റവും കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു മികച്ച ഒരു സിനിമ. അതിനായി കാത്തിരിക്കുന്ന എല്ലാ മലയാളികൾക്കും ലഭിക്കാൻ പോകുന്ന വിരുന്ന് ഏപ്രിൽ മാസം 25 ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് പൂരത്തെറികൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. കാരണം ഏപ്രിൽ 25 എന്ന് പറയുന്ന ദിവസം തുടരുമെന്ന് പറഞ്ഞ സിനിമ റിലീസാകുന്ന ദിവസമാണ്. അത് മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം ഇതുപോലെയുള്ള സിനിമകൾ വരുമ്പോൾ മോഹൻലാലിനെ എന്നും ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ ഒരു ചെറിയ കൊച്ചു ചിത്രമാണെന്ന് കരുതിയിരിക്കുന്നവർക്ക് ഒരു മറുപടിയായിരിക്കും ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സും ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫും. അപ്പോൾ ഈ ഒരു സിനിമ കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്ന് അവർക്ക് കമൻറ്റ് ബോക്സിലിടാം. കാരണം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ വരുന്ന ഈ സിനിമയ്ക്ക് നമ്മൾ വിചാരിക്കാത്തൊരു ലെവലിലോട്ട് ഈ സിനിമ കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഒരു നോർമൽ സിനിമയല്ല, ഇതൊരു അബ്നോർമൽ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമയ്ക്കകത്ത് നമ്മൾ ഈ സിനിമയുടെ കഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് കിട്ടുന്ന സൂചനകളെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുന്നില്ല. ഈ സിനിമയ്ക്കകത്ത് നമുക്ക് മോഹൻലാലിൻ്റെ പല തലത്തിലുള്ള അഭിനയങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു നോർമൽ മാൻ്റെയും ഒരു അബ്നോർമൽ മാൻ്റെയും ഒരു നോർമൽ മാൻ അബ്നോർമൽ മാൻ ആവാൻ വേണ്ടി ഉണ്ടാകുന്ന സാഹചര്യവും അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളും ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ലാലേട്ടൻ്റെ പെർഫോമൻസ് കൊണ്ട് പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ലാലേട്ടൻ അതുപോലെയൊക്കെയുള്ള വേഷങ്ങൾ കിട്ടിയ ലാലേട്ടൻ പൊളിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് തന്മാത്ര. അതുപോലെ തന്മാത്രയിൽ നമുക്ക് ഒരു സൈക്കിക്കായിട്ടുള്ളൊരു വേഷം നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മളെ കരയിപ്പിക്കുന്ന സിനിമയാണെങ്കിൽ പോലും. പക്ഷേ ഇതിൽ കരയിപ്പിക്കുകയല്ല, ഇതിൽ ത്രില്ലടിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു മാസ്മരിക പെർഫോമൻസ് കൊണ്ട് കയ്യടിയുടെ പൂരമായിരിക്കും തിയേറ്ററിൽ നിറയുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സിനിമ നല്ല രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഉറപ്പായിട്ടും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള എല്ലാ സാധ്യതകളും വെളി വരുന്നുണ്ട്. ലാലേട്ടൻ ഈ സിനിമയെക്കുറിച്ച് എമ്പുരാൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഇതൊരു ദൃശ്യം പോലത്തെ സിനിമ എന്നാണ്. അപ്പം ഈ സിനിമ അത് മാത്രമല്ല, നമുക്ക് പറയാം ഈ സിനിമയ്ക്ക് അല്ലാതെ തന്നെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മുടെ പീക്ക് ലെവലിൽ നമ്മളെ എത്തിക്കുന്നു. ഒരു മോഹൻലാൽ ഫാൻ എന്ന നിലയിൽ നമ്മളെ ഒരു പീക്ക് ലെവലിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു പെർഫോമൻസ് ലാലേട്ടൻ്റെ ഭാഗത്ത് നിന്ന് സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ കോൺഫിഡൻസിലാണ് തരുൺമൂർത്തി ഇത്രയും ഇൻ്റർവ്യൂസും ഇത്രയും കാര്യങ്ങളെല്ലാം തരുൺമൂർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു സംശയവുമില്ല. കാരണം തരുൺമൂർത്തിൻ്റെ മാത്രം വിചാരമല്ല ഈ സിനിമ, അതിൻ്റെ ടീമിൻ്റെ തന്നെ മൊത്തം വിചാരവും ഈ സിനിമ ഉറപ്പായിട്ടും ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കുന്നതെന്ന് അവർ വിചാരിച്ച് കാണില്ല. പക്ഷേ ഈ സിനിമ ഏറ്റവും വലിയ വിജയമാവും മലയാളത്തിൽ. പക്ഷേ അത് ഇൻഡസ്ട്രി ഹിറ്റ് ആവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. കാരണം അത്രത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഈ സിനിമ റിലീസായി കിട്ടാൻ വേണ്ടി തരുൺമൂർത്തിയും ടീമും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബസൂക്ക എന്ന് പറയുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സിനിമ വഴിമാറിയെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ അല്ല, ചില ബിസിനസ്സുകൾ മോഹൻലാലിൻ്റെ പ്രീവിയസ് സിനിമകളുടെ ബേസിസിൽ കുറച്ച് ബിസിനസ്സുകളൊക്കെ പ്രശ്നമായി. അപ്പോൾ ആ ഒരു ബിസിനസ്സൊക്കെ ഇപ്പോൾ ശരിയായി വന്നിട്ടുണ്ട്. കാരണം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയ ഓളം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അതൊരു ആവറേജ് റെസ്പോൺസ് കിട്ടിയ സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പറ്റുമെന്ന് കാണിച്ചു തന്ന ലാലേട്ടൻ്റെ തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് കിട്ടുന്ന ബിസിനസ് ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്നുള്ള കാര്യം യാതൊരു പച്ച മലയാളികൾക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ്. ഇനി അതിൻ്റെ എതിരെ മമ്മൂട്ടി ഫാൻസുകാരൊന്നും ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടുണ്ട്. കാരണം ലാലേട്ടൻ്റെ ബിസിനസ് പവറും ബോക്സ് ഓഫീസ് പവറും ഒരു തിയേറ്ററിനകത്തുള്ളൊരു ക്രൗഡ് പുള്ളിങ്ങും വേറൊരു നടനും മലയാള സിനിമയ്ക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.